നമസ്കാരം. ഡെൻമാർക്കിൽ നിന്നുള്ള സുന്ദരി വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇത്തവണത്തെ സൗന്ദര്യ റാണി ജീവശാസ്ത്രപരമായ സ്ത്രീയാണെന്ന വ്യക്തിയാണെന്ന ആക്ഷേപഹാസ്യം നിറഞ്ഞ പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ്. വിക്ടോറിയ കെയർ തീൽവീഗ് എന്ന 21-കാരിയാണ് മെക്സിക്കോ സിറ്റിയിൽ നടന്ന കടുത്ത മത്സരത്തിൽ 73ാമത് വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവാഹിതരും വണ്ണം കൂടിയവരും ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 120 മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവർ വിജയിയായത്. ട്രാൻസ്ജെൻഡർമാരുടെ അവകാശങ്ങൾക്കായി സ്വരമുയർത്തുന്ന ഒരു തായ് മാധ്യമ ഭീമനാണ് മത്സരത്തിന്റെ നടത്തിപ്പവകാശം ഇത്തവണ കരസ്ഥമാക്കിയതെങ്കിലും പതിവിലും കൂടുതൽ പരമ്പരാഗത രീതിയിലായിരുന്നു മത്സരം ഇത്തവണ സംഘടിപ്പിച്ചത്. അതിനു മുൻപായി പലരും കാലഹരണപ്പെട്ട സൗന്ദര്യ സങ്കല്പം പ്രതിനിധാനം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർന്നതിനിടെ പോർച്ചുഗലിൽ നിന്നുള്ള ട്രാൻസ് വുമൺ മറീന മഷാറ്റെ കഴിഞ്ഞ വർഷം ആദ്യം 20 പേരിൽ ഇടം കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് 22-കാരിയായ റിക്കി വലേരിയ കോൾ മിസ് നെതർലൻഡ്സ് ആകുന്ന ആദ്യ ട്രാൻസ് വ്യക്തി എന്ന ബഹുമതിയും നേടിയിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മിസ് സ്പെയിനായി കിരീടധാരണം നടത്തിയ ഏഞ്ചല പോൺസ് ആണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് മിസ് യൂണിവേഴ്സ് മത്സരത്തിലേക്കുള്ള വഴി തുറന്നത്. എന്നാൽ ഈ മാറ്റത്തിന് പൊതുസ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ശനിയാഴ്ച രാത്രിയോടെ സാമൂഹിക മാധ്യമങ്ങൾ നിറഞ്ഞ പ്രതികരണങ്ങൾ. ട്രാൻസ്ജെൻഡർ അല്ലാത്ത ഒരു വ്യക്തി വിജയിയായതിൽ അതിശയം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു പലരുടെയും ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ പ്രതികരണങ്ങൾ. വെള്ളക്കാരിയായ ട്രാൻസ്ജെൻഡർ അല്ലാത്ത ജീവശാസ്ത്രപരമായി സ്ത്രീയായ ഒരു വ്യക്തി വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാധകരെ ഞെട്ടിക്കുന്നു എന്നായിരുന്നു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ മാറ്റ് വാലസ് പ്രതികരിച്ചത്. തന്റെ 20 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. യാഥാർത്ഥ്യ ബോധം തിരിച്ചെത്തിയിരിക്കുന്നു, അഭിനന്ദനങ്ങൾ ഡെൻമാർക്ക് എന്നാണ് ഇതിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. വോക്കിസത്തിന്റെ വൈറസുകൾ നമ്മിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുന്നു എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന് മറ്റൊരാളും കമന്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തായ്ലൻഡിൽ നിന്നുള്ള സുചാത ചൗഗങ്സ്രിക്കായിരുന്നു 1ാം സ്ഥാനത്തിനുള്ള അർഹതയെന്നും അത് അന്യായമായ രീതിയിലൂടെ ഡെൻമാർക്കിലെ സുന്ദരി കൈക്കലാക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും എക്സിൽ നിറയുന്നുണ്ട്. തമസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസ് സ്റ്റഡീസ് പൂർത്തിയാക്കിയ ഫൂക്കറ്റ് പ്രവിശ്യയിൽ നിന്നുള്ള 21-കാരി ചോദ്യോത്തരവേളയിൽ കാണികളെ അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതയാക്കിയിരുന്നു. ഏറ്റവും മികച്ച നേതാവിനുള്ള ഗുണം എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് സഹാനുഭൂതി എന്നായിരുന്നു സുചാത ഉത്തരം നൽകിയത്. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് എന്നത് വിഷയമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നത് വിഷയമല്ല, ആത്യന്തികമായി ജനങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും നിങ്ങൾക്ക് അവരുടെ സഹാനുഭൂതി ഉണ്ടായിരിക്കണം എന്നവർ കൂടുതൽ വിശദീകരിച്ചു. ഇതായിരുന്നു കാണികളെ ഏറെ സ്വാധീനിച്ചത്. വിക്ടോറിയയെ വിജയിയായി പ്രഖ്യാപിച്ച ഉടൻ തന്നെ അവരിൽ പലരും സാമൂഹിക മാധ്യമത്തിൽ എത്തി തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കുകയും ചെയ്തു. മത്സരത്തിലെ 3ാം റൗണ്ടപ്പാണ് സുജാത.